ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പ്രോപ്പർട്ടി വസ്തു വിൽക്കാനായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസുകൾ പറഞ്ഞു തരാം. പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഷോപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ, നല്ല വിലയ്ക്ക് നല്ല തുകയ്ക്ക് നമുക്കത് വിൽക്കാനും അതിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ വേഗത്തിലും എളുപ്പത്തിലും നേടിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസുകൾ പറഞ്ഞു തരാം. ഇതിനകത്ത് അഫർമേഷൻസും ഏഞ്ചൽ നമ്പേഴ്സും സ്വിച്ച് വേർഡ്സുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന കൂട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ആഗ്രഹം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ കുറച്ച് ടൈം ആൻഡ് എഫേർട്ട് നമ്മളതിലേക്ക് കൊടുക്കണം. പ്രാക്ടീസുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയെ ചൊല്ലി നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത കാണും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ആൾക്കാർ വരും, എല്ലാം പറഞ്ഞുറപ്പിക്കും, അവസാനം അവർ മാറും. ഇങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലുണ്ട്. മാത്രമല്ല, ഈ കാര്യം നിങ്ങൾ പലരോടും പറയും. ആ പ്രോപ്പർട്ടി വിറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഈ കഥ ഫുള്ളും നിങ്ങൾ അവരോട് പറയും. അപ്പം ഇത് ആവർത്തിക്കും തോറും ആകർഷിക്കപ്പെടും ജീവിതത്തിലേക്ക്. അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഈ കഥ നടക്കുന്നില്ല എന്നുള്ളൊരു കഥ ആരോടും പറയരുത്. ഓക്കെ, അത് നടക്കും, ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഉടനെ അത് നടക്കും എന്നൊരു രീതിയിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ തുക ശരിയാകുന്നില്ല എന്ന ചിന്ത മാറ്റിയിട്ട് ഇനി വരുന്നവർ നല്ലൊരു തുകയ്ക്ക് തന്നെ അത് വാങ്ങും. അതുപോലെ തന്നെ അവർക്ക് ആ പ്രോപ്പർട്ടി നല്ലോണം ഇഷ്ടപ്പെട്ട് തന്നെ അവരത് നല്ല തുകയ്ക്ക് വാങ്ങുകയും അതിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് ആ കാശ് കൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് ഒക്കെ ഒന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് ഈ തുകയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും, അത് നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ മനസ്സിനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസുകളൊക്കെ ചെയ്യേണ്ടത്, ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ മറന്നു പോകും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ഒപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിൽ വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷത്തോടു കൂടി സകല സൗഭാഗ്യങ്ങളോടും സമ്പത്തോടും കൂടി ജീവിക്കും എന്നൊരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ സാഹചര്യം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നോക്കി സ്വപ്നം കാണാൻ മടിക്കരുത്. സ്വപ്നം കാണുക, അത് എഴുതി വെക്കുക, അതിനായി പ്രാക്ടീസ് ചെയ്യുക, അത് നേടിയെടുക്കാനുള്ള ആക്ഷൻ കർമ്മം കൃത്യമായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് അനുകൂലമായിട്ട് വരും. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറ്റിത്തരും, വ്യക്തികളെ മാറ്റിത്തരും, നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രചോദനം നൽകുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സഹായിക്കുന്ന വ്യക്തികളെ അത്ഭുതകരമായിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചു തരും ഈ പ്രപഞ്ചം. അതിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ചിന്തകളുടെ അപാരമായ ശേഷിയിൽ വിശ്വസിക്കുക. ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സത്യം തന്നെയാണ്. ചിന്തകളാണ് നമ്മുടെ പരാജിതനാക്കുന്നതും ഏറ്റവും മികച്ച വിജയിയാക്കുന്നതും. അപ്പോൾ നമ്മുടെ ചിന്തകളും കർമ്മവും ഉപയോഗിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ആസ്വദിച്ച് ജീവിക്കാൻ തക്കോണം നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക. അതെനിക്ക് സാധിക്കും, അതെന്നിലേക്ക് വരും, അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുക അല്ലെങ്കിൽ ഈ വീട് വിൽക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ആദ്യം മനസ്സിൽ നിന്നും മാറ്റുക. അത് പറയുന്നതും ചിന്തിക്കുന്നതും ഇന്നു മുതൽ ഒഴിവാക്കുക. ഈ കഴിഞ്ഞ അനുഭവങ്ങൾ, ആൾക്കാർ വരുന്നുണ്ട്, പ്രോപ്പർട്ടി നോക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലപ്പോൾ ടോക്കൺ അഡ്വാൻസ് തന്നിരിക്കുക, എന്നിട്ടായിരിക്കും അത് മാറിപ്പോയി. ഈ ചിന്തകൾ ഇന്നു മുതൽ ആവർത്തിക്കാതിരിക്കുക, അതെല്ലാം ക്യാൻസൽ പറയുക. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങളതൊരു പേപ്പറിൽ അല്ലെങ്കിൽ വേണ്ട, നിങ്ങളത് ക്യാൻസൽ പറഞ്ഞേക്കുക. ഉള്ളിൽ ആ ചിന്ത ഇങ്ങനെ വരുമ്പോഴേക്കും ക്യാൻസൽ നല്ലൊരു തുകയ്ക്ക് എൻ്റെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൈമാറാൻ സാധിച്ചതിന് നന്ദി എന്ന് മനസ്സുകൊണ്ട് പറയുക. ഓക്കെ, അപ്പം മനസ്സ് പൂർണ്ണമായും ഉടനെ തന്നെ എൻ്റെ പ്രോപ്പർട്ടി വിൽക്കും എന്നുള്ള ആ ഒരു ഉറപ്പിൽ ഇനി നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വിറ്റിട്ട് എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ തുക കൊണ്ട് ചെയ്യാനുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ പൈസ കൊണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അതിൽ നമുക്ക് സന്തോഷം
കാര്യം കിട്ടുമല്ലോ. കാരണം ആ കാര്യം അവിടെ നടക്കണമെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടി വിൽക്കണമല്ലോ. അപ്പോൾ ഇതുകൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു വിൽപ്പനയുടെ വേഗത കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് നടക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ രീതിയിൽ മനസ്സിനെ മാറ്റിക്കൊള്ളുക. നെഗറ്റീവ്, അയ്യോ ഇത് നടന്നില്ലെങ്കിൽ അത് നടക്കില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും നിങ്ങളിരിക്കുന്നത്. ആ ചിന്തയെ മാറ്റിയിട്ട് ആ കാര്യം നടക്കുന്നതായിട്ട് വളരെ മനോഹരമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അതുമാത്രമല്ല, ആ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തായാലും സ്വാഭാവികമായിട്ടും പൈസ വരും. പൈസ കൂടി ഇരിക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസിൽ പൈസ വരുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ സന്തോഷത്തോടു കൂടി കാശ് കൊടുക്കുന്നതായിട്ടോ ഒക്കെ ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് ആ പൈസ കൊണ്ട് ആവശ്യം, ആ കാര്യം ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. അവിടെ എത്തണം നമ്മുടെ മൈൻഡ്. ഓക്കെ, അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ജനിപ്പിക്കുന്ന സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ ആ ചിന്തകളാണ് നമ്മുടെ ജീവിതമായിട്ട് വരേണ്ടത്. അപ്പോൾ അത് അത്രയും മനോഹരമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അറിയാതെ ആ കാര്യം നേടിയെടുത്ത ഒരു വ്യക്തിയിലേക്ക്, ഒരു വികാരത്തിലേക്ക് വരും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു മനസ്സിൽ വന്നിരുന്നതിന് ശേഷം നിങ്ങൾ ഈ പ്രാക്ടീസുകൾ തുടങ്ങുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പണമാണല്ലോ ഈ വിൽപ്പനയിലൂടെ നമ്മളിലേക്ക് വരേണ്ടത്. പണം വരാനുള്ള മാർഗത്തെ ആദ്യം വെളിച്ചം നിറഞ്ഞതാക്കുക. അതിന് എന്ത് ചെയ്യണം? അഫർമേഷൻ പറയുക, അല്ലെങ്കിൽ എഴുതുക. 3 അഫർമേഷൻ. ഓക്കെ, പണം വളരെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. എന്നിലേക്ക് എത്തിച്ചേരുന്ന പണം എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ എന്നെ സഹായിക്കുന്നതിന് നന്ദി. പണം വർദ്ധിക്കും തോറും എൻ്റെ സമാധാനവും സന്തോഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 3 അഫർമേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് ഓരോന്നും 8 തവണ എഴുതുകയോ പറയുകയോ ചെയ്യുക. ഓരോന്നും 8 തവണ. നമ്മുടെ ആഗ്രഹം നടക്കാനാണ്. നമ്മൾ കുറച്ച് പ്രാക്ടീസുകളിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ, നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ട് 8 തവണ പറയുകയോ എഴുതുകയോ ചെയ്യുക. എഴുതുന്നതിൽ റിസൾട്ട് കുറച്ചുകൂടെ കിട്ടുന്നതായിട്ട് അറിയാം. അതുകൊണ്ട് എഴുതാൻ സമയം കിട്ടിയാൽ, പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്ന് 8 തവണ എഴുതുക. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ്. ഓക്കെ, മണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്വിച്ച് വേർഡ് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോൺവലക്സ് ഉണ്ട്, റഷ് കൗണ്ട്, ഡിവൈൻ താങ്ക് യു ഉണ്ട്. ഇതിലേതെങ്കിലും, ഒരുപാടുണ്ട് ഇനിയും. ഇതിലേതെങ്കിലും ഞാനിപ്പോൾ ഒരു പറയാം, എൻ്റെ ഇഷ്ടത്തിന് പറയാം. കോൺവലക്സ് എഴുതും 21 ടൈംസ് എന്നും. കോൺവലക്സ് കുഞ്ഞു വേർഡല്ലേ, അത് എഴുതാൻ എത്ര സമയമാണ് വേണ്ടത്? അത്രയും സന്തോഷത്തോടെ പണം എന്നിലേക്ക് വരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി കോൺവലക്സ് പറഞ്ഞു എഴുതുക 21 ടൈംസ്. പ്ലസ് അതിൻ്റെ കൂടെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു 21 ടൈംസ് ഞാൻ പറയുന്ന ഏഞ്ചൽ നമ്പർ എഴുതുക. 520741. 520 മേളിൽ എഴുതുക. അതിൻ്റെ താഴെയായിട്ട് അടുത്ത ഏഞ്ചൽ നമ്പർ 741 എഴുതുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സാണ്. പണം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്താൻ, അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് വന്നു ചേരാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് 520741. ഓക്കെ, അപ്പോൾ അത് എഴുതുക. അതും 21 ടൈംസ് എഴുതുക. കുഞ്ഞു നമ്പേഴ്സ് അല്ലേ, എഴുതാം. അപ്പോൾ അത് എഴുതുക. അപ്പോൾ പണം നമ്മളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ ഓപ്പൺ ആക്കാൻ നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടി വേണം എഴുതാൻ കേട്ടോ. എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്തോഷത്തോടു കൂടി എഴുതുക. അടുത്താണ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ് പറയുന്നത്. പ്രോപ്പർട്ടി വിൽക്കാനായിട്ടുള്ള, വളരെ നല്ല തുകയ്ക്ക് വിൽക്കാനായിട്ടുള്ള സ്വിച്ച് വേർഡാണ്. എഴുതിയെടുത്തോളൂ. ആഡ് ഗീവ് ഫുൾ കൗണ്ട് നൗ. ആഡ് ഗീവ് ഫുൾ കൗണ്ട് നൗ. ഓക്കെ, ഇത് 21 ടൈംസ്. 21 ടൈംസും എഴുതണം. അത് പറഞ്ഞാൽ പോരാ, എഴുതി തന്നെ അതും പറഞ്ഞ് എഴുതുക. അത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ചെയ്യുന്ന അടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ജനിക്കണം. സന്തോഷം വരും. അത് എഴുതി നോക്കൂ. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിങ്ങൾ ആ കാഴ്ചകൾ നിങ്ങളുടെ കണ്ണിൽ തെളിയും. ആ കാശ് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ അടുത്ത വീട് വാങ്ങാനോ എന്താണോ ആ പണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി 21 ടൈംസ് എഴുതുക. അത് കഴിഞ്ഞാൽ ആ പേജിൽ തന്നെ, അല്ലെങ്കിൽ അടുത്ത പേജിൽ ഏഞ്ചൽ നമ്പർ, പ്രോപ്പർട്ടി വിൽക്കാൻ തന്നെയുള്ള ഏത് വീടായിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, വിൽക്കാനുള്ള ഏഞ്ചൽ നമ്പറാണ് 181818. ഓക്കെ, 181818. ഇതും 21 ടൈംസ് എഴുതണം. ഓക്കെ, ഇതും 21. അതും ഇതുപോലെ വിശ്വാസത്തോടു കൂടി തന്നെ. വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡും ഏഞ്ചൽ നമ്പറുമാണ്. വളരെ എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ഇത്രയും പ്രാക്ടീസ് ചെയ്യണം. പണം വരാനുള്ളതും
പ്രോപ്പർട്ടി വിൽക്കാനുള്ളതും ഒരുമിച്ച് തന്നെ ചെയ്യുക. അതുപോലെ നിങ്ങൾ ജോബിന് വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇതുപോലെ മണിക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്തിട്ട് ജോബിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. പണം വരാനായിട്ട്, അല്ലെങ്കിൽ പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു മാർഗ്ഗമാണ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പ്രാക്ടീസ് മണിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഞാനൊരു കുഞ്ഞു പ്രാക്ടീസ്, ഒരു എനർജി സർക്കിൾ പ്രാക്ടീസ് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും കാണുന്നിടത്ത് ഓപ്പണായിട്ട് ഒട്ടിച്ച് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലും. ഓക്കെ, അടച്ചു വെക്കരുത്. ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്രീൻ കളർ പെൻ എടുക്കുക. ഗ്രീൻ ഇല്ലെങ്കിൽ ബ്ലൂ എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളർ പെൻ എടുക്കുക. ഒരു നല്ലൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. ഇതിനിടയ്ക്ക് ഗ്യാപ്പുകളൊന്നും വരരുത് കേട്ടോ. അതൊരു എനർജി സർക്കിളാണ്, ഫുള്ള് അത് കവർ ചെയ്തിരിക്കുക. ഒരു ഗ്യാപ്പുകളൊന്നും വരാൻ പാടില്ല. അതിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ അകത്ത് ഏറ്റവും മേളിലായിട്ട് ഈ എനർജി സർക്കിളിൽ ടച്ച് ചെയ്യാതെ വേണം എഴുതാൻ നിങ്ങളുടെ പേര്. ആരുടെ പേരിലാണോ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ആ പേര് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി അതിന് സംശയം വേണ്ട, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിൻ്റെ തൊട്ട് താഴെ പ്രോപ്പർട്ടിക്ക് ഒരു പേര് കാണുമല്ലോ, നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി. വീടാണെങ്കിൽ വീടിൻ്റെ പേര്, പ്രോപ്പർട്ടി ആണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പേര് എഴുതുക. അതിന് താഴെ ഞാൻ ഈ പറഞ്ഞ സ്വിച്ച് വേർഡില്ലേ, ആഡ്, ഗിവ്, ഫുൾ, കൗണ്ട്, നൗ, അതെഴുതുക. അതിൻ്റെയും താഴെ 181818 എഴുതുക. ഓക്കെ, അതിൻ്റെയും താഴെ ആദ്യം പേര്, പിന്നെ പ്രോപ്പർട്ടി നെയിം, പിന്നെ സ്വിച്ച് വേർഡ്, പിന്നെ 181818. ഈ എഴുതുന്നതൊന്നും ഈ എനർജി സർക്കിളിൽ ആ ഒരു വരയിൽ തട്ടരുത്, അതിനുള്ളിൽ തന്നെ നിൽക്കുക. 2 ലൈനായിട്ട്, ഇപ്പോൾ സ്വിച്ച് വേർഡ് എഴുതുമ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോൾ അടുത്ത ലൈനായിട്ട് എഴുതുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ തട്ടാതിരിക്കുക, ടച്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ കാണുന്നുണ്ട് എന്ന്. ഓക്കെ, നോക്കൂ. ഓക്കെ, അപ്പോൾ ആ സ്വിച്ച് വേർഡെന്ന് ഞാൻ എഴുതിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞ സ്വിച്ച് വേർഡ് എഴുതുക കേട്ടോ. ലാസ്റ്റ് 181818 എഴുതി. ഇത് എഴുതി നിങ്ങൾ ഒട്ടിച്ച് വെക്കുക. അതിൻ്റെ ഒരു എനർജിയുടെ അല്ലെങ്കിൽ എനർജി സർക്കിളിൻ്റെ ഒരു പവർ, ഒരു ചാർജ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വസ്തു വിൽപ്പന കുറച്ച് ഫാസ്റ്റായിട്ട്, വളരെ വേഗത്തിലും എളുപ്പത്തിലും നടക്കാൻ, നല്ല രീതിയിൽ നടക്കാൻ നിങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ പ്രാക്ടീസ് കൂടെ നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ആരൊക്കെയാണോ ഈ പ്രോപ്പർട്ടി നല്ല വിലയ്ക്ക് വിറ്റിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എല്ലാവരുടെയും ലൈഫിൽ അത് പെട്ടെന്ന് തന്നെ നടന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വേഗത്തിൽ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ചിന്തകളുടെ അപാരമായ ശേഷി കൊണ്ട് നമുക്ക് ഈ പ്രാക്ടീസൊക്കെ ചെയ്തതും കർമ്മങ്ങളൊക്കെ ആക്ഷൻ, നമ്മളിപ്പോൾ അത് വിൽക്കാനാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ആളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറയുകയോ ഒക്കെ ചെയ്തിട്ട് അത് വേഗത്തിൽ എളുപ്പത്തിൽ നടക്കാനുള്ള നമ്മുടെ കർമ്മങ്ങളും കൂടി നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതേ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് 21 ഡേയ്സ് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കുക. സൂം വഴിയാണ് ക്ലാസ്. ഒരു ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും, അതായത് ഇപ്പോൾ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, ജോബ്, ബിസിനസ്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ അതിനകത്തുണ്ട്. പ്രാക്ടീസുകൾ പറഞ്ഞും എഴുതിയും തന്നു വിടുകയല്ല, ക്ലാസ്സിൽ വെച്ച് തന്നെ ചാൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള വിശ്വാസം വർദ്ധിച്ചാൽ തന്നെ നമ്മുടെ പ്രാക്ടീസുകൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും. അത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ക്ലാസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.